ഒരുപാട് നേരമായി വന്നിട്ട്. കാരണം നമുക്കിങ്ങനെ കാണാനും അത്യാവശ്യം വിശേഷമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ഥാപനത്തിൽ നമുക്ക് അത്യാവശ്യം പൗരം കാര്യങ്ങളുണ്ടാണ്. അവിടെ നിന്നിട്ട് കാസർഗോഡാണോ? പാലക്കാട്. ശരി, വേറെ എവിടെയാ? പാലക്കാട് കോഴിക്കോടൊക്കെ പറയുന്നത് ദുബായ് പറയുന്നത്. അതിനെ നമ്മൾ കൂടുതൽ കൂടണ്ട. വേറെ ഏതെങ്കിലും നാട്ടിൽ പോകുന്നവരുണ്ടോ? എവിടെയാ? പച്ചശർട്ട് എവിടാ? മലപ്പുറം. ഇവിടെ അടുത്തൊക്കെയാണ് അല്ലേ? ഏറ്റവും അടുത്തുള്ളവരൊക്കെയാണ്. ഏറ്റവും ദൂരത്ത് വന്ന് ആലപ്പുഴക്കാരനാണ്. വേറെ എവിടെയെങ്കിലും വന്നവരുണ്ടോ? കുറച്ചും കൂടെ ദൂരത്ത് വന്നവര്. ഇനി രണ്ടാമതൊരു കാര്യം ചെയ്യാം, കൈയാണ്ട് സമ്മതി. പക്ഷെ ഇവിടുത്തെ വേദിയിലേക്ക് തീരും ആ നിൽക്കുന്നവരെ കിട്ടിയിട്ട് ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ അങ്ങോട്ട് കൂവി തുടങ്ങൂട്ടോ. ആ നിൽക്കുന്നവർക്കൊക്കെ കൂവി കിട്ടും. അതുകൊണ്ട് ആ നിൽക്കുന്നവർക്ക് ഈ സൈഡിലേക്ക് വന്നു, ഈ രണ്ട് സൈഡിലേക്ക് വന്നു. അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കുടിക്കുന്ന അവർക്ക് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, സ്ഥാപനത്തിന്റെ സൈഡിൽ നിന്നും കഴിവതും നമുക്ക് ഒതുങ്ങി നിൽക്കാം. ഉദ്ഘാടന ചടങ്ങിനൊക്കെ ശേഷം നിങ്ങൾ ഉത്ഭാവങ്ങളിൽ കയറി കണ്ടോ? ഒന്നും കണ്ടില്ല മക്കളെ. നിങ്ങൾ അത് കണ്ടുകഴിഞ്ഞാൽ അതിനോട് എന്തിനാണ് നമ്മൾ ബന്ധം പരീക്ഷിക്കുന്നത്? അപ്പൊ അതിന് ഷോപ്പ് നിൽക്കുന്ന സ്ഥാപനത്തിന് ഒരു നമുക്ക് ഹോട്ടലുണ്ട്. അവിടെ അതിന്റെ ഫ്രണ്ടില് 2-3-4 പേര് രാവിലെ വന്ന് നിൽക്കുന്നവരുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നാലും നിങ്ങൾക്ക് ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കൂടിയും അദ്ദേഹത്തിന്റെ ലൈവിൽ കൂടിയും ഒക്കെ അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേർക്ക് അതേപോലെയായ രീതികളിലുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ആ ഒരു സ്നേഹമൊക്കെ നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ പലരുടെയും ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവുന്നത്. എന്തായാലും എല്ലാവരെയും ക്ഷണിക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ അതോടൊപ്പം തന്നെ ആലപ്പി പോലീസ് ഷോറൂമിലെ മാനേജിംഗ് ഡയറക്ടർ മനുവിനെ കൂടി ഞാൻ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫൗണ്ടറായ മാനേജിംഗ് സാറിനോടെ ഞാൻ ഇവിടെ ആരവം കഴിയട്ടെ അല്ലേ? എനിക്ക് ഒന്നും കൂടെ വേണം. നല്ലൊരു ഞാൻ മൈക്ക് എങ്ങ് കൊടുക്കാം. കൊടുക്കട്ടെ? പറയുന്നവർക്ക് പറയും. എന്തെല്ലാം സുഖല്ല. എല്ലാവർക്കും നല്ല പനിയാണ് കേട്ടോ. ആരും അധികം അടുത്ത് വന്ന് തുടങ്ങാൻ വെറുതെ പനി വാങ്ങി കൂട്ടണ്ട കേട്ടോ. മനസ്സിലാ? കുഴപ്പമില്ലാതാ. ഇത് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. വരാം. അപ്പൊ എന്തായാലും മണ്ണാർക്കാടുള്ള എല്ലാവർക്കും താങ്ക് യു. നമ്മളെ ഒന്ന് കൊടുത്ത് നോട്ടെ. നമ്മുടെ ഗ്യാങ്ങിന്റെ പോസ്റ്റർ കേട്ടോ. ബ്രോ ഒന്ന് കൊടുത്ത്. എന്താ പേരെന്താ? നമ്മുടെ വീട് സ്വന്തമായിട്ട് വരച്ചാണോ? വെച്ചിട്ടോ? സ്കെച്ചോ? ഫുൾ സ്കെച്ച് വെച്ചത്. ഗൈസ് താങ്ക് യു രാഹുൽ. ഗൈസ് ഞാൻ കാരണം ഇങ്ങനെ പല കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങളെ വീട്ടിലുള്ള ഓരോ ആൾക്കാരും. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. ഇവിടെ ഒരു സിനിമ നടനോ അല്ലെങ്കിൽ പാട്ടുകാരനോ അല്ലെങ്കിൽ ഡാൻസറോ ചിത്രവേഷമുള്ള ആൾക്കാരോ അങ്ങനെ ആരെങ്കിലും വന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ നമ്മളിന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ട് ജസ്റ്റ് സ്നേഹത്തിന്റെ പേരിൽ മാത്രം നമ്മളെ കാണാൻ വന്നിട്ടാണ്. താങ്ക് യു ഗൈസ്, എല്ലാവർക്കും താങ്ക് യു. എന്തായാലും ഒരാളുണ്ടോ? ആദിലോ? മമ്മു?
മമ്മോ അല്ല എന്തെല്ലാം സുഖല്ലേ? എടാ പനിയാണ്, കുറച്ച് സൗണ്ട് എല്ലാം കുറവാണ്. എന്താ പാട്ട് പാടണോ? ചക്കക്കൂരോ? എടാ വേറെ ഏത് പാട്ട് പറ, ഏത് പാട്ട് പറ. ചെയ്യാറേ ഓക്കെ. നമ്മളിവിടെ ആരും കലാകാരന്മാരല്ല, നമുക്ക് അറിയുന്ന പോലെ പാട്ട് പാടാം, അറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. താങ്ക് യു. എന്താ ഓക്കെ, ഇപ്പൊ പാടാം. ആരാ ഷമീറിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഷമീർ സാധനത്തുണ്ടെങ്കിൽ ഒരു പാട്ടായാലോ? അപ്പൊ മമ്മു നീ പാടണോ? വേണോ? വേണോ? മുഹമ്മദ് തരാം. എടാ പാടണ്ട. എടാ ഓക്കെ അല്ലേ പാട്ടെന്നാല്. तू पास गए मेरे पास से मेरा कोई एहसास जैसे तू पास गए मेरे पास से मेरा कोई एहसास जैसे हाँ ये मैं मर जाऊं जो तुझको ना हो पाऊं बातों में तेरी में थी बातों हम तो लम्हा हाय न तेरा हाय तुझको ही राहों में तुझका हो रहा हूँ കുട്ടി സമയം വന്നില്ല. ഹലോ എടാ ഒന്ന് മ്യൂസിക് വെച്ചോളൂ. എടാ പോകുമ്പോ തരാം. ഷൂ കണ്ണട വേറെ വേണ്ടതെങ്കിൽ തരാം. എടാ ഞാൻ ഉള്ളിലൊന്നും ഇട്ടില്ല, അവസരം മാത്രമേ ഉള്ളൂ. ഇത് തരാൻ പറ്റില്ല. വാച്ചോ? ഓക്കെ. ഇന്നലത്തെ ലൈവ് എല്ലാവരും കണ്ടിട്ടോ? ഇന്നലെ നമ്മളെ ഷെയ്ക്ക് ഗെയിമിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ച് ചെയ്ത് ഗൂച്ചിന്റെ നല്ല എക്സ്പെൻസീവ് സാധനമാണ്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണിക്കുന്ന ഒരാൾക്ക് ഞാൻ വാച്ച് ചെയ്ത് ബോഡി ഗാർഡ്സ് അല്ല ആരെങ്കിലും ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് കയറ്റിവിടും. കഴിവുള്ള ഒരാളല്ല. എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോന്നും ഇങ്ങോട്ട് കടത്തിട്ട എന്താ പേരെന്താ? എവിടെ വിടോ? എന്താ കഴിവെന്താ? ഓക്കെ. നസ്രുദ്ദീൻ നമുക്ക് വേണ്ടൊരു സൈഡ് നസ്രുദ്ദീൻ നമുക്ക് വേണ്ടൊരു പാട്ടോടാൻ പോയത്. പാടി കഴിഞ്ഞ് നിങ്ങൾ പറയണം വാച്ച് നസ്രുദ്ദീന് കൊടുക്കണോ വേണ്ടി എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ കൊടുക്കും. ഓക്കെ, ഡബ്ല്യു വന്ന എല്ലാം നിങ്ങൾ പറയണം. ഓക്കെ, ആണോ? കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു
വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറഞ്ഞു, പൂപോലെ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമല്ല, കള്ളത്തരങ്ങളെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തോടാൻ എത്തുകില്ല മാറിയില്ല, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തോടാൻ എത്തുകില്ല മാറിയില്ല. എല്ലാവരും കൈയടി പറ, ചാറ്റ് പറ, ഈ വാച്ച് നസ്രുദ്ദീൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? കൂടുതൽ യെസ് ആരുന്ന ദൂരെടുത്തോ? കൊള്ളാണ്, അത് എന്തെങ്കിലും കാണും. അപ്പൊ എനിവേസ് ഗൈസ്, നമ്മളെന്ന് വെച്ചാല് നമ്മളിങ്ങനെ നമ്മൾ കഴിവുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കും. നമുക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. എന്തായാലും ഓക്കെ, നമ്മളെ ഷമീറുടെ സൈഡായിട്ട് നിൽക്കുന്നുണ്ട്. ഷമീറിന്റെ ചാൻസ് അവിടെ ഇഷ്ടപ്പെട്ട മാത്രം കൈയടിച്ചാൽ മതി, ഇല്ലെങ്കിൽ തൂങ്ങിക്കോട്ടാ, ഒരു മടിയും വേണ്ട. അതൊന്നും പറഞ്ഞാരില്ല. കഴിഞ്ഞു. രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി റാംബോ അവരുടെ സ്റ്റേജിലേക്ക് ശ്രദ്ധിക്കുന്നു. ഉറപ്പ് പാലക്കാട്, അതിലുപരി പാലക്കാടിന്റെ സ്വന്തം മണ്ണാർക്കാട്, ചോദിച്ച ചങ്ക് വർച്ചേർന്ന മണ്ണാർക്കാട്. പിന്നെ ഇത് ഈ പുള്ളിനെ ആർക്കൊക്കെ അറിയണം? ഓ ഇവിടെ ഫേമസ് അല്ല. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ പരിചയപ്പെടുന്നത്. അപ്പം രാവിലെ അല്ല, ഇപ്പൊ കുറച്ച് നേരമ്പോ രണ്ടു വാക്ക്. അപ്പം ഞാൻ പരിചയപ്പെടുമ്പോ അന്ന് തന്നെ വന്നിട്ട് കൈ തന്നിട്ട് പറഞ്ഞു, ഞാൻ ജംസി വ്ളോഗർ 300 കയറും. അപ്പൊ ജംസി വ്ളോഗർ 300 കയറി രണ്ടു വാക്ക് സംസാരിക്കും നമുക്ക്. അല്ല, ജംസി പറഞ്ഞെടുക്കുന്ന ജംസിയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വെറും തള്ള നമ്മള് എന്തായിരുന്നു എന്റെ ആരാ ജാസി? എന്നാൽ എന്തോ ഒരു എനർജി കുറവ്. ഇല്ല. ഹലോ, ആവേശമല്ലേ? മണ്ണക്കാൻ ഇത്ര ആവേശമുള്ളൂ, ഇത്ര ഉഷാറുള്ളൂ. ഹലോ മണ്ണക്കാട്, ഒന്നുകൂടി ഹലോ എന്ന് പറ. ഒരു എന്തെങ്കിലും ആർപ്പ് വിളിക്കുക, എന്തെങ്കിലും ഇതാക്കി. ഹലോ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെ കാണാൻ ഇവിടെ വന്ന എല്ലാവർക്കും 1000 ആശംസകൾ. പിന്നെ അതേപോലെ ആലപ്പി ഫർണിച്ചർ നമ്മളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത അവർക്കും 1000 നന്ദി. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കുക, എല്ലാവരും ഉഷാറാക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ക്യാമറ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോറി ഇടൂ, ഇല്ലെങ്കിൽ ഇടൂല. എല്ലാവരും ആവശ്യമാക്കാം. ഓക്കെ. അയ്യോ, താങ്ക് യു മണ്ണാർക്കാട്. നമ്മളെന്തായാലും
അടുത്തതായിട്ട് ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ഷോപ്പിലേക്ക് ആദ്യമോ ഒരു രാവിലെ കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കിടക്കാം. ഹലോ അഞ്ചലോ സുഖല്ലേ? പനിയായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അത് പനിയാ. ഇത് ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വന്നിട്ട് ഉദ്ഘാടനം പോകും. പനിയാണ് ഒന്ന് സംസാരിക്കാം. ഷെബീറിന് പാട്ട് പാടണം പോലും നേരത്തെ. എടാ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാരും ഇത്ര ഡൗൺ ആയിട്ടിരിക്കുന്ന പറഞ്ഞാൽ ആർക്കും വയ്യ, നല്ല പനിയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിയതിനു ശേഷം ഒരു 12 മണി വരെ ഇവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു. എല്ലാവരും ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിൽക്കണം. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ ഉൾക്കാണുന്ന സ്ഥലത്തോട്ട് പോവാം. ഹലോ, അപ്പൊ ഏകദേശം ഇവിടെ പോവാം. നിങ്ങൾ നമുക്ക് ഒരു ബലപരീക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് വേണ്ട. വളരെ സമാധാനപരമാവട്ടെ. അതിനുള്ള പാട്ട് പാടാനോ? ആരോ വാച്ച് വാങ്ങി ഇനി കണ്ണട കൂടി വേണോ? അല്ല ഈ സമയം തൊപ്പി നമുക്കൊരു ഫോട്ടോ എല്ലാവരുടെയും കൂടി എടുത്തായിരുന്നോ? ഒരു ഫോട്ടോ ഇല്ല, ഒന്ന് ചേർന്നേക്കാമോ? നമുക്ക് ഓരോരുത്തരായിട്ട് എടുക്കാൻ ചിലപ്പോൾ നമുക്ക് അത്രമാത്രം സമയപരിധി ഉണ്ടല്ലോ. എല്ലാവരും കൂടി യോമാരുടെ നമുക്ക് നല്ലൊരു ഫോട്ടോ എല്ലാവരും കൂടി എടുക്കാം. എല്ലാവരും ഇതിൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് കരുതുന്നു. അപ്പൊ ആലപ്പി ഫർണിച്ചേഴ്സിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചാണ് MRS ഗ്യാങ് മുഴുവനും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് എന്തായാലും ഇത്രയും വിശേഷങ്ങളാവട്ടെ. അതിനൊപ്പം തന്നെ കൃഷ്ണന്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ എന്തുവാ നിനക്ക് വേണ്ടേ? എനിക്ക് നീ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നില്ല. എന്തായാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഫോട്ടോ സെഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ നിർവഹിച്ചു കഴിഞ്ഞെന്ന് തന്നെ കരുതുന്നു. ഇനി ഒന്ന് സ്ഥാപനം വിസിറ്റ് ചെയ്യാനുള്ള സമയമാണ്. അവിടെ നിൽക്കുന്നവര് നമ്മുടെ പാത്വേ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? കാരണം വളരെ ഒന്ന് സ്ഥാപനത്തിന്റെ ഉൾഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ടീം മുഴുവനും തന്നെ. അതിനോടൊപ്പം തന്നെ മനു എവിടെയാണ്? മനുവിനൊരു പ്രത്യേകം തന്നെ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് വേണ്ടിച്ച എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക ആലപ്പി ഫർണിച്ചേഴ്സ്. വളരെ മക്കളെ അവിടെ തിരക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇവരെ ഒന്ന് ഷോപ്പിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ ഒന്ന് സഹകരിക്കണേ. നമ്മുടെ ടീമിനെ മുഴുവനും ഒന്ന് ഷോപ്പിന്റെ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞവർ കേൾക്കില്ല, എങ്കിലും തിരക്കിടാതെ വളരെ സമാധാനം വരെ എന്തോ ഇനി അല്ലല്ല സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് തിരക്ക് വേണ്ട കേട്ടോ. തിരക്കില്ലാതെ വളരെ സമാധാനപരമായിട്ട് അവിടെ നിൽക്കുന്നവരോട് കൂടിയാണ് അവിടെ നിൽക്കുന്നവര് കഴിവതും വളരെ സമാധാനത്തോടുകൂടി ഏതെങ്കിലും സ്ഥാപനത്തിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ്. എന്തായാലും ആഘോഷപരമായിട്ടുള്ള ആലപ്പി ഫർണിച്ചേഴ്സിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വളരെ ഭംഗിയായിട്ട് ശേഷം സ്ഥാപനത്തിന്റെ വിസിറ്റാണ്. അതോടൊപ്പം തന്നെ ആലപ്പി ഫർണിച്ചേഴ്സിന്റെ എന്താണല്ലേ വാങ്ങിച്ചു കൊണ്ടുപോയാൽ അവിടെ നിന്ന് ഒരാൾ കൊണ്ടുപോകണം. പരിപാടി കൊണ്ടുവരേണ്ട അവരുടെ കയ്യിലിട്ടോ അവന് ഇല്ല. അവിടെ ഇനി അങ്ങോട്ട് സ്ഥാപനത്തിന്റെ ഉത്ഭാഗത്തിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. അങ്ങോട്ട് തിരക്കിട്ട് പോകുന്നവരുടെ കൂടെ തന്നെയാണ്. ഒരു സ്ഥാപനമാണ്, അവിടെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ചുറ്റുപാടും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ സഹകരിക്കണം. നമുക്ക് അവിടെ തിരക്കിട്ട് നമ്മളത് വീട്ടിലേക്ക് പോകും. പക്ഷേ അതൊരു ജീവിത വരുമാന മാർഗ കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഒരുപാട് നന്ദിയും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. അവിടെ നിൽക്കുന്നവർക്ക് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് കരുതുന്നു. കാരണം നിങ്ങൾ കുറച്ച് ദൂരെയായിരുന്നു. അവിടെ നിൽക്കുന്നവരെ ഒന്നും കൂടി പറയുകയാണ്. അവിടെ തിരക്ക് നമുക്ക് അധികം വേണ്ട. സ്ഥാപനത്തിലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള തിരക്ക് കഴിവതും ഒന്ന് കുറച്ച് കഴിഞ്ഞ് ഒരുപാട് കുറച്ച് നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കുന്ന നല്ല കുറച്ച് ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ച് കഴിയുമ്പോൾ പല കാര്യങ്ങളും നടക്കട്ടെ. നിങ്ങൾ രീതിയിൽ പാടുന്നുണ്ടെങ്കിൽ നമുക്ക്
എവിടെ